പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ രണ്ടാമത്തെ രൂപതയാണ് കൊച്ചി. 1557 സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ മിക്കവാറും മുഴുവൻ പ്രദേശവും അന്നത്തെ ബർമ്മ, സിലോൺ, മക്കാവ് തുടങ്ങിയ പ്രദേശങ്ങളുമെല്ലാം കൊച്ചി രൂപതയുടെ കീഴിലായിരുന്നു. പോർച്ചുഗീസുകാർക്ക് മാർപ്പാപ്പ പ്രത്യേക അവകാശം നൽകി ഈ പ്രദേശത്തിൻ്റെ കാര്യങ്ങളെല്ലാം, ഭരണവും അജപാലന ശുശ്രൂഷയും എല്ലാം നടത്താനായിട്ടുള്ള അധികാരം അവർക്ക് കൊടുത്തു. അതിൻ്റെ പേരാണ് പദ്രവാദോ എന്ന് പറയുന്നത്. എന്നാൽ 1622 ജൂൺ 22 ഗ്രഹഴി 15 മാർപ്പാപ്പ പ്രൊപ്പഗാൻഡ ഫീദെ എന്ന് പറയുന്ന വകുപ്പ് സ്ഥാപിച്ചു. വിപുലമായ അധികാരത്തോടുകൂടെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള അധികാരമാണ് പ്രൊപ്പഗാൻഡയ്ക്ക് നൽകപ്പെട്ടത്. അപ്പോഴും കോൺഗ്രിഗേഷൻ ഓഫ് ദി എക്സ്ട്രോർഡിനറി എക്ലിസാസ്റ്റിക്കൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു വകുപ്പ് വഴി ഗോവയെയും കൊച്ചിയെയും ഈ പ്രൊപ്പഗാൻഡയുടെ കീഴിലല്ല, പദ്രവാദയുടെ കീഴിൽ നിലനിർത്തുകയും ഗോവ ഒരു പ്രോവിൻസായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ സാമന്ത രൂപതയായിട്ട് കൊച്ചി രൂപതയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1866 വരാപ്പുഴ കേന്ദ്രമായിട്ട് ലാറ്റിൻ ഹൈറാർക്കി രൂപീകൃതമായി. പൗരാണികത്വം കൊണ്ടും കൂനം കുരിശു സത്യവും ഉദയം പേരു സൂനകോസ് നടന്നതും കത്തോലിക്ക വിശ്വാസത്തെ ഭാരതത്തിൽ ഉറപ്പിച്ചു നിർത്തിയതുമെല്ലാം കൊച്ചി രൂപതയിൽ മെത്രാനാണ് അന്നത്തെ. എന്നാലും അതിന് കൊച്ചിക്ക് അർഹിക്കുന്ന യാതൊരു സ്ഥാനവും ലഭിച്ചില്ല. കാരണം പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള അധികാരത്തിലാണ്. 1838 മുതൽ 1886 വരെയുള്ള കാലയളവിൽ നമ്മുടെ രൂപത ഒരു നിർജീവ മൃതാവസ്ഥയിലായിരുന്നു. സസ്പെൻഡഡ് അനിമേഷൻ. ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. എന്നാൽ വികാരി ജനറൽമാർ കൊച്ചി രൂപതയിലുണ്ടായിരുന്നു. അവരാണ് രൂപതയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. ഈ സ്ഥിതി മാറി കൊച്ചി രൂപത ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് ആദ്യത്തെ തദ്ദേശീയ മെത്രാൻ ഉണ്ടാകുന്നത് ഇപ്പോഴും 32ാമത്തെ മെത്രാനായി വന്നത് അലക്സാണ്ടർ ഇടയെഴുത്ത് പിതാവാണ്. അപ്പോൾ അത് ആ നേരത്ത് കൊച്ചി രൂപതയെ വരാപ്പുഴയുടെ സാമന്ത രൂപതയും ആക്കി. പിന്നെ പല പല ഘട്ടങ്ങളായിട്ട് ഏത് നേരവും കൊച്ചി രൂപതയെ ഇങ്ങനെ കുറേശ്ശെ ചെത്തി മാറ്റിക്കൊണ്ടിരുന്നു. പൈപ്പിൽ നിന്ന് കുറേ ഭാഗം പോയി. പനങ്ങാട് നേരത്തെ നമ്മുടെ രൂപതയുടെ ഭാഗമായിരുന്നു. തിരുവനന്തപുരത്ത് വെട്ടുകാട് തുടങ്ങിയ സ്ഥലങ്ങൾ, വെട്ടുകാടിലെ
പെരുന്നാൾ അറിയാമല്ലോ, ക്രിസ്തുരാജൻ്റെ. അത് വെഞ്ചരിച്ചത് കൊച്ചി രൂപതയിലെ മെത്രാനാണ്. അത് പോയി. ഇങ്ങനെയുള്ള ഈ മുറിക്കൽ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഭാരതത്തിലെ, ഏഷ്യയിലെ, ഒരുപക്ഷെ നമ്മുടെ സഭയിലെ തന്നെ ഏറ്റവും ചെറിയ രൂപതയായിട്ട്, ഭൂവിസ്തൃതിയാണ് പറയുന്നത്, രൂപത തീർന്നു. 232 സ്ക്വയർ കിലോമീറ്ററിൻ്റെ 1 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ആ രീതിയിലേക്ക് ചുരുങ്ങി. പക്ഷേ വിശ്വാസികളുടെ എണ്ണം 1,80,000 ഉണ്ട്. അവർക്കും എല്ലാവർക്കും കൂടി ആകെ ഉണ്ടായിരുന്നത് 37 ഇടവകകളാണ്. അപ്പോൾ പള്ളികളിൽ പള്ളി വെക്കാൻ സ്ഥലമില്ല. കാരണം പടിഞ്ഞാറെ കൊച്ചിയിൽ സ്ഥലമില്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നതറിയാമല്ലോ. പള്ളി വെക്കാൻ സ്ഥലമില്ല. ഒരു പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ അത് 8ാമത്തെ കുർബാനയായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരെണ്ണം കൂടി ഉണ്ടായിരുന്നു നസ്രത്ത്. എപ്പോൾ കുർബാന നടന്നാലും നിറയെ ആളായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും, അച്ഛൻ നോക്കുമ്പോൾ സർവ്വരും പള്ളിയിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ വന്നു എന്നൊന്നും വിചാരിക്കരുത്. വരാത്തവർ ഞാൻ ചെന്നാലും ഇല്ലെങ്കിലും ആരും എന്നെ പരിഗണിക്കാൻ പോകുന്നില്ല എന്നുള്ള മനോഭാവത്തിൽ അങ്ങ് നിൽക്കുകയായിരുന്നു. ഒന്നിന് പകരം 2-3 അച്ഛന്മാർ അവിടെ ആക്കിയത് കൊണ്ട് ഒരാളുണ്ടായിരുന്നപ്പോൾ കിട്ടിയതിൻ്റെ 3 ഇരട്ടി അജപാലന ശുശ്രൂഷ കിട്ടും എന്ന് കരുതിയിട്ട് കാര്യമില്ല. മറ്റേയാളുണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് മറ്റേയാൾ പോകും. അയാളുണ്ടാകുമോ എന്ന് കരുതിയിട്ട് അയാളും പോകും. സംഗതി വരുമ്പോൾ ആരും ഉണ്ടായില്ല എന്നും വരും. ഇതാണ് അവസ്ഥ. ഇത് മാറണമെങ്കിൽ ചെറിയ ഇടവകൾ, എണ്ണം കുറഞ്ഞ ഇടവകൾ ഉണ്ടാക്കുമ്പോൾ കാര്യങ്ങൾ പരസ്പരം എല്ലാവരും അറിയുന്ന സ്ഥിതി ഉണ്ടാകും. യൂണിറ്റുകളൊക്കെ വളരെ സജീവമാകും. എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അങ്ങനെ ഒരു നല്ല ഒരു അവസ്ഥ, ഒരാവശ്യം വന്നാൽ അതിനൊരു വഴി കണ്ടെത്താനായിട്ട് ഒക്കെ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ആയിട്ട് രൂപത സാധിക്കുന്നിടത്തോളമൊക്കെ ചെറിയ ഇടവകകൾ സ്ഥാപിക്കാനും, പിന്നെ അച്ഛന്മാരുള്ള സ്വയം പര്യാപ്തമെന്ന് തന്നെ പറയാവുന്ന ക്വാസി പാരീഷ് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് 37 ഇന്ന് 51ാമതിലേക്ക് കടക്കുന്നത്. ഇനിയും വിചാരിച്ചാൽ വേറെ 3-4 എണ്ണം ഇങ്ങനെ ആ ലൈനിലാണ്. പക്ഷേ ഒരു പുതിയൊരു ഇടവക വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് എപ്പോഴും. അപ്പം അത് നേരിടുക എന്ന് പറയുന്നത് തർക്കവും വഴക്കും മറ്റും. ഒരു വീട്ടിൽ നിന്നൊരു മകനെ മാറ്റി താമസിപ്പിക്കുന്ന നേരത്തുണ്ടാകുന്ന ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കണം. പക്ഷെ ഇത്തിരി കഴിയുമ്പോൾ ആ മാറ്റി താമസിക്കൽ എത്ര നന്നായിരുന്നു എന്നുള്ള രീതിയിലുള്ള വളർച്ചയൊക്കെ ഉണ്ടാകും. ഈ ചെറിയ ഡിവിഷൻ വന്ന പള്ളികളെല്ലാം ഇപ്പോഴ് എന്തൊരു ഉത്സാഹത്തോടുകൂടെ, എന്തൊരു വളർച്ചയാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പം ഈ ഇടവകയുടെ കാര്യം ഇതിങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ച് കുറേയേറെ നാളായിട്ട് ഇതിൻ്റെ ആൾക്കാർ പറയുമെങ്കിലും ഞാൻ അമാന്തിച്ച് നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ രൂപതയിലൊരു ഇടവക വിഭജിച്ചതിൻ്റെ പേരിലാണ് 5-6 മാസം പള്ളി അടഞ്ഞു കിടക്കേണ്ട, കത്തീഡ്രൽ തന്നെ അടഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. വളരെ നല്ല മനുഷ്യരൊക്കെ തന്നെ വന്നു നിന്നിട്ട് ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ അതിന്
ചീത്ത വിളിച്ചും നമ്മളെ മുഖത്തോട് നോക്കുമ്പോൾ അവർ ഉടനെ വിളിച്ചു കളയും. കാരണം വളരെ സ്നേഹമായിരുന്നവരാണ്. അപ്പോൾ ഒരു സ്ത്രീ ഇത്രയും ചീത്ത വിളിച്ചിട്ടും എന്നെ വിളിക്കുന്നത് ഒരു പ്രതികരണവും കാണിക്കാൻ ഇതിരുന്നപ്പോൾ അവർ മുന്നോട്ട് വന്നേച്ചു എന്നോട് ചോദിച്ചു, എടാ വീരപ്പ, ഇത്രയും കാര്യം പറഞ്ഞിട്ട് നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? അപ്പം ഞാൻ ചിരിച്ചു, അല്ലാതെ എന്ത് പറയാനാ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തർക്കം തുടങ്ങിയാൽ നമ്മുടെ ആൾക്കാർ എന്തും പറഞ്ഞു കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഖേദിക്കുന്നുവെന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നാണ് അവരുടെ വിചാരം. അപ്പോൾ ഈ ബന്ധപ്പാട് എനിക്ക് കഴിയലാതിരുന്നത് കൊണ്ടാണ് ഇത് പതുക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് സംഗതി ചെയ്യാൻ വരുമ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് രൂപതയിലെ കൺസൾട്ടേഴ്സ് ബോഡിയിൽ നിന്ന് 2-3 പേര് തിരഞ്ഞെടുത്ത് അവർ ഈ കാര്യത്തിൻ്റെ നടപടികൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ചുമതലപ്പെടുത്തും. അവർ പോയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടവുകളെയും ഇടവുകളിലെ അച്ഛന്മാരോടും കാര്യങ്ങൾ പറയും, പാസ്റ്റർ കൗൺസിലിനോട് പറയും. അങ്ങനെ പ്രശ്നങ്ങൾ ഒരു വിധത്തിലൊക്കെ അപ്പോഴും തർക്കമൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്കിലും പരമാവധി അതെല്ലാം പരിഹരിക്കാവുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിട്ടാണ്. അല്ലാതെ മെത്രാൻ ആ കാര്യത്തിൽ ഒരിക്കലും ഇടപെടാറില്ല. ഇതെല്ലാം ശരിയാക്കിക്കൊണ്ട് കഴിയുമ്പോൾ ആ ഡിഗ്രി ഉണ്ടാക്കുന്ന കാര്യമേ ഉള്ളൂ. ബാക്കി പിന്നെ തർക്കങ്ങൾ തുടർച്ചയായിട്ടങ്ങനെ വന്ന് വരികയും ചെയ്യും. ഈ പ്രോസസ്സെല്ലാം ഇവിടെയും നടക്കുകയുണ്ടായി. പക്ഷേ സമയമാകും വരെ ഒരു കാര്യവും ഇല്ലായിരുന്നു. ഈ അടുത്ത നാളിൽ എനിക്ക് നിരന്തരമായ ഭീഷണിയാണ്. ഇപ്പം നമ്മുടെ ഇടവുകളിലെ ഒരു ഫാഷനാണ്, ഒരു 5-6 പള്ളിയിലുണ്ട്, ഇന്ന വകുപ്പ് പിന്നെ ഉപവകുപ്പ് നമ്പർ 2 പ്രകാരം ഇത് ജാമ്യമില്ലാതെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാവുന്ന കുറ്റമാണ്, അതുകൊണ്ട് ഉടൻ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുത്തുമായിട്ട് വരുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യം ശരിയാണോ എന്ന് അച്ഛനോടൊന്ന് ചോദിച്ചാലോ, അച്ഛൻ ഒന്നും സമ്മതിക്കില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ശരീരത്തിൽ പാട് നോക്കാൻ പറ്റുമോ? എന്ത് തെളിവാണ് ഉള്ളത്? ഒരു തെളിവുമില്ലെങ്കിൽ പിന്നെ എന്ത് നടപടി എടുത്തിട്ട് ആര് എന്ത് നടപടി എടുക്കാനാണ്? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അച്ഛനെല്ലാം ഡിനൈ ചെയ്യും, വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അച്ഛനോട് പറയും, കേസിൻ്റെ കാര്യം ഇതിങ്ങനെ വരുന്ന വകുപ്പുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്, അതുകൊണ്ട് പോയി അതൊന്ന് രമ്യതയിലാകുമെന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ പിന്നെ ഈ നമ്മുടെ പഴയ വനിതാ കമ്മീഷൻ്റെ എന്തെന്നായിരുന്നു പേര്, അപ്പോൾ അവർ പറഞ്ഞ പോലെ എന്നെ സഹിച്ചോ എന്ന് പറയുന്നുള്ള അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. എന്നിട്ട് പിന്നെ 40, 100, 140 ഒക്കെ പേരിങ്ങനെ വന്നിട്ട് വെറുതെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ അച്ഛനോട് ഞാൻ പറയും, ഇനിയും വന്നാൽ അവരോട് ഇവിടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റില്ല, നിങ്ങൾ ഈ വകുപ്പ് മുഴുവൻ എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളൊരു കേസ് കൊടുക്കും, അപ്പോൾ കാര്യം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല, എന്നെക്കൊണ്ട് കേസ് കൊടുപ്പിക്കാനാണ്. അപ്പം എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല പരാക്ക വല്ലതും കിട്ടിയാല. അപ്പം എനിക്ക് പരാക്ക് കിട്ടുന്നതിന് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് സൗകര്യമില്ല, നിങ്ങൾക്ക് പറയാനുണ്ട്, നിങ്ങൾ പോയിട്ട് കേസ് കൊടുന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കണ്ട, അവർ സംസാരിച്ചിട്ട് സമയം കളയണ്ട, പോയിട്ട് നിങ്ങളുടെ ഒരു രോമത്തിന് പോലും ഒരു പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ എല്ലാ ദിവസവും ഞാൻ കേസ് കൊടുക്കാൻ നടക്കാൻ എനിക്ക് സൗകര്യപ്പെടുകയില്ലെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പല സ്ഥലത്തുണ്ട്. ഇത് ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? സ്വൈര്യമില്ല, എത്ര പറഞ്ഞാലും. പിന്നെ ഫോണ് ഇങ്ങനെ വന്നിട്ടിരിക്കും, ഞാൻ എടുക്കുകയില്ല, അപ്പോൾ ആ പ്രശ്നം തീരും.
ഈ നമ്പർ ആ നമ്പറൊക്കെ വെച്ച് വിളിച്ചാലും അതൊക്കെ തന്നെ വിളിച്ചു വന്നറിയും, എടുക്കില്ല. കാരണം എന്ത് പറയാനുള്ള തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിയുമ്പോഴാണ് അപ്പോൾ ഇവിടെ നിന്നും ഈ അവസാന നേരത്ത് വന്നതിനകത്ത് ഒരു കാര്യം പറഞ്ഞ് എന്താണെന്ന് വെച്ചെന്നാൽ, ഞങ്ങൾ അവിടെ ആരും പറഞ്ഞില്ല. ഈ പെന്തക്കോസ്താക്കാർ നടക്കുന്നത് പോലെ ഈ പള്ളിയിൽ നിന്ന് വന്ന് 3-4 പേര്, അച്ഛനും ഉണ്ടായിരുന്നെന്നാണ് പറയണത്, വീടൊക്കെ സന്ദർശിച്ച് ഒക്കെ പോകുന്നുണ്ടായിരുന്നു, പെന്തക്കോസ്താക്കാരെ പോലെ. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചെന്ന് പറയുന്നത്, ഞാൻ അച്ഛന്മാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, മുറിയിലിരിക്കുന്നത് പോലെയല്ല, പൊതുവായ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ വൈദിക വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അതാണ് നല്ലത് എന്ന്. ഇപ്പോൾ ആരോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. തിരിച്ചറിയപ്പെടണം എന്നതാണ് അത്യാവശ്യം. തിരിച്ചറിയപ്പെടരുത് എന്ന് വളരെ നിർബന്ധമുള്ളതുപോലെ ചെയ്താൽ അതും മറ്റത് പറഞ്ഞ പോലെ അനുഭവിക്കട്ടെ എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനൊക്കെയില്ല. അത് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ വികാരിയച്ഛൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ബിഷപ്പ് ഔദ്യോഗികമായിട്ട് വിളിച്ചു പറഞ്ഞില്ലെന്ന്. ബിഷപ്പിന് അത് പറയേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടെന്ന്. അവരെയും കൈവിട്ടു. ഇത് അല്പം കഴിഞ്ഞപ്പോൾ അവർ അടുത്ത ഭീഷണി, ഞങ്ങൾ കരിമാഞ്ചേരി പള്ളിയിൽ ചേർന്ന് കളയുന്നു. അവരാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരിമാഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രദേശമല്ല, ഒരു കുടുംബമാണ്. ഈ കരിമാഞ്ചേരി ആ കുടുംബത്തിലെ പ്രമാണികളിൽ പലരും എൻ്റെ അടുത്ത ബന്ധുക്കളാണ്. അപ്പം ഇവിടെ നിന്ന് എന്നോട് പരിഭവിച്ചിട്ട് അവിടെ ചെന്നാൽ അവിടെയും ഇവരെൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും. അതില്ല കാര്യം. എന്താണ് ഈ രാഷ്ട്രീയം പോലെ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു സുഖമില്ലാത്ത പണിയാണ്. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ 2 അച്ഛന്മാരോടും വന്നപ്പോൾ പറഞ്ഞ്, ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വഴിയിൽ വെച്ചിരിക്കുന്ന ചെണ്ടയപ്പ് പോലെ അല്ല ബിഷപ്പ്, പോകുന്നവനെല്ലാം ഒന്ന് കൊട്ടിയേച്ചും പോവുക, പിന്നെ എന്തിൻ്റെ ഏണി മെത്രാൻ്റെ മേലെ കയറ്റുക, ഈ പണി ഏതായാലും ഇനി വേണ്ട, ഞാനത് സമ്മതിക്കില്ല. ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ നിങ്ങളെ രണ്ടുമാണ് അതിന് കാരണക്കാരെന്ന് ഞാൻ പരസ്യമായിട്ട് പറയും. 2 പേര് ഇരിപ്പുണ്ട്, ഇത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഈ രാഷ്ട്രീയമൊന്നും അല്ലല്ലോ, ഭീഷണി അതൊന്നും അല്ലല്ല. ഞാൻ ഏതായാലും കാര്യങ്ങൾ ന്യായമായിട്ട് ചെയ്യാൻ തന്നെ ആണ് മുതിരുന്നത്. പക്ഷപാതമൊന്നുമില്ലാതെ ചെയ്യുകയും ലളിതമായ ജീവിതം കൊണ്ട് ഒരു ദുർമാർഗ്ഗം കാണിക്കാതെയൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട്. എന്നിട്ടും ജീവിക്കാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തിയിട്ട് വട്ടാക്കാനായിട്ടൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ആണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ വിചാരിക്കുന്നു, ആരംഭത്തിൽ ഇതെല്ലായിടത്തും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ എനിക്കിഷ്ടം എപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചൊല്ലാനാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇത് ഈ ഭീഷണി ഒരു സുഖമുള്ള ഒരു സംഗതിയല്ല, അതൊരു തരം സമ്മർദ്ദം പ്രയോഗിക്കലാണ്. അത് ഇനി അതായാലും നിന്നു കൊടുക്കാനായിട്ട് ദയവ് ചെയ്ത് എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നമ്മുടെ സഭയാണ്, ക്രിസ്തീയതയ്ക്ക് ചേരുന്നതല്ല ഇങ്ങനെയുള്ള പ്രവണതകൾ. പിന്നെ ഇത് ഇടവകളിലൊക്കെ നടക്കുന്നത് കാണുമ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ചെറിയ ഇടവകയായാലും വലിയ ഇടവകയായാലും നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രവണതയാണ് എന്തെങ്കിലും കാര്യം ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസറെ കണ്ടുപിടിക്കുക എന്ന്. ആ പണി ചെയ്യുമ്പോൾ പോലും എല്ലാം കൂടി ഒരുത്തൻ്റെ കഴുത്തിൽ വെക്കരുത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു വിധവയുടെ കൊച്ചുകാശും അതിൻ്റെ കൂടെ ഉണ്ടാകണം. എന്താണെന്നറിയാവോ? പള്ളിയിൽ വന്നിരുന്നിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ചൊല്ലാനുള്ള ഇടമാണ്, അല്ലാതെ മറ്റവൻ്റെ പിതാവേ എന്ന്
ചൊല്ലാനുള്ള സ്ഥലമല്ല. അതുകൊണ്ട് ഈ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യം കൂടി ഒരു എന്താണ് വിധവയുടെ കൊച്ചു കാശും കൂടി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ പള്ളിയാണ് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് എല്ലാം കൂടെയൊക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാനായിട്ടൊന്നും മെത്രാന് സാധിച്ചു എന്ന് വരില്ല. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഊണ് കൊടുക്കാനായിട്ട് പറ്റില്ലെങ്കിലും ഊട്ടുപര കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അത്രയൊക്കെ നടക്കൂ. കഴിഞ്ഞ ദിവസം ഒരാൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് ബാങ്കിൽ നിന്ന് കഴിഞ്ഞ കൊല്ലം ലോൺ കിട്ടി, ഇപ്രാവശ്യം തരികയല്ല, 8 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണോ? ഞാൻ എവിടുന്ന് കൊടുക്കാനാ? അപ്പോൾ അത് ബാങ്കിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്താനായിട്ടുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇത് ഒരാളല്ല, പലരും വരുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പള്ളികളിൽ വരുമ്പോൾ, കർമ്മങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ തരുന്ന പണം ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പലരും അവിടെ നേരിട്ട് കൊണ്ടുവന്ന് ട്രഷറിയിൽ അടക്കുന്നുമുണ്ട്. ട്രഷറി എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ചേച്ചിയുടെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ സാധിക്കൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ KLC പോലുള്ള സംഘടനക്ക് ആ ബാങ്കിൽ ചെല്ലാനും ഇന്ന കാര്യം കൊണ്ട് കൊടുത്തേ തീരൂ എന്ന് പറയാനുമൊക്കെ അവർക്ക് സാധിക്കും. അവരുടെ കാര്യമാണ് അത് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമല്ല, നല്ല ശക്തിപ്പെടുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇടവക അർത്തുങ്കലാണ്. ഞങ്ങൾ ആ വലിയ പള്ളി ഇടവക്കാരാണ്. അവിടെ നിന്ന് വഴക്കിട്ടാണ് ഇപ്പുറത്തേക്ക് ഒരു ചാണ ഇപ്പുറത്ത്. അങ്ങനെ ഉത്ഭവമായതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ആ വഴക്കിടുന്ന സ്വഭാവം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പുളിത്തറാച്ചൻ അവിടെ വന്ന യൂണിറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും വിസ്തൃതിയിൽ വേറൊരു ഇടവകയും രൂപതയിലില്ലായി. അത്രയ്ക്ക് വിസ്തൃതിയാണ്. 1 മണിക്കൂറിനുള്ളിൽ എല്ലാ വീട്ടിലും പറയേണ്ട കാര്യം എത്തിയിരിക്കും. കാര്യം യൂണിറ്റിൻ്റെ ലീഡറിൻ്റെ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അയാൾ നടന്നിതെല്ലാം പറയും. അത് മനോഹരമായൊരു കാര്യമാണ്. വളരെ സാമ്പത്തിക ശേഷിയും മറ്റെല്ലാ തരത്തിലും ഉണ്ട്. അടുത്ത വലിയ പള്ളിയിലെ കാര്യങ്ങളെക്കാൾ ഭംഗിയായിട്ട് ഈ ആശയവിനിമയം മറ്റു കാര്യങ്ങളും എല്ലാം. തർക്കം എപ്പോഴും ഉണ്ടാകും. അത് പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു ഫിലിപ്പേട്ടനുണ്ടായിരുന്നു. മീറ്റിംഗ് കൂടുമ്പോൾ എന്താണെന്ന് വെച്ചെന്നാൽ കണക്ക് വായിക്കും. അപ്പോൾ തേങ്ങ വിറ്റ വകയിൽ പിന്നെ എന്താണ് 16,000 രൂപ വരവ്. അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കും അത് ബാങ്കിലിട്ട് ചിലവ് 16,000. അപ്പോൾ ഇയാൾ ചാടി എണീറ്റേച്ചും. അപ്പോൾ ഈ തേങ്ങ കിട്ടിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഈ ചിലവ് നടന്നേന്? വന്നതിന് മുമ്പ് അത് ചിലവാക്കിയോ? ഇത് കണക്കിൻ്റെ കാര്യം. ബിൽപ്പേട്ടന് അത് മനസ്സിലാകുകയില്ല. എങ്കിലും അത് പറയട്ടെ, മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. എൻ്റെ അയൽവാസിയാണ്. അപ്പം പിന്നെ അതെനിക്കറിയുകയും ചെയ്യാമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. രസമാണ് കാര്യങ്ങൾ. പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു സംഗതിയല്ല. അപ്പോൾ ഒരു പള്ളിയിലൊരു കാര്യം ചെയ്താൽ അവിടെ ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പുറത്ത് കിടന്നിരുന്ന ഒരു കുഴിമാടം പള്ളിയുടെ അകത്ത് വെക്കാനായിട്ട് സമ്മതിച്ച് അകത്ത് വെച്ചു. അച്ഛൻ അതിബുദ്ധിമാനായതുകൊണ്ട് പള്ളിയിനകത്ത് ഇനി ഖനനം ചെയ്താലേ കണ്ടുപിടിക്കാവുന്ന പാകത്തിൽ കൊണ്ടുപോയി പള്ളിയുടെ അകത്ത് തന്നെ ഉണ്ട്. അതിബുദ്ധിയാണ്. അത് കഴിഞ്ഞപ്പോൾ അവർ വഴക്കിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അർദ്ധരാത്രി ഇത് ചെയ്തത് ശരിയായില്ല, പകല് ചെയ്യാമായിരുന്നല്ലോ. അതപ്പോൾ ഒരു തർക്കമല്ല ഇതല്ല. അപ്പം ഞാൻ വളരെ ശാന്തനായിട്ട് ചോദിച്ചു, പകല് ചെയ്തിരുന്നെങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തടയും. അത് തന്നെയാണ് കാരണം. പകൽ തടയുന്നത് കൊണ്ട് രാത്രി ചെയ്തു. ഇപ്പം മനസ്സിലായാണ്. ഒരു നീണ്ട ശ്രുതിയും തന്ന് പോയി. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ. രസമുണ്ട്. മറുഭാഗത്തെ വക്കീൽ ആരാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണേ എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങളെന്തെങ്കിലും പറയുമ്പോൾ എതിര് പറയാൻ നിൽക്കുന്ന ആൾ ഞങ്ങളുടെ വക്കീലാണെന്ന് ധരിച്ചേച്ചാൽ മതി. താൻ വക്കീലല്ലേ, എനിക്കിതറിയാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരെ. അപ്പോൾ ഇത് ഏറ്റവും രസകരമായ കാര്യങ്ങൾ ഉള്ളതെന്ന് പറയുന്നത്, ഒരു പള്ളിയിൽ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അച്ഛൻ അത്ര ഭംഗിയല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരിങ്ങനെ പരാതി, ആ പ്രശ്നം പരിഹരിക്കാൻ വന്നപ്പോൾ ഒരു 4-5 സ്ത്രീകളും പിന്നെ ഒരു 2-3 ആണുങ്ങളൊക്കെ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് എന്നിട്ട് പറഞ്ഞ് അച്ഛൻ പിന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അത് ഞാൻ പള്ളി വെഞ്ചരിച്ചപ്പോൾ ഞാൻ വന്ന് പറഞ്ഞതാണല്ലോ, നിങ്ങളുടെ എല്ലാവരെയും കേൾക്കുക, വളരെ ഭംഗിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞു അച്ഛൻ വൈകുന്നേരമേ കുർബാന ചൊല്ലുള്ളെങ്കിലും മന്ദിരം പള്ളിയിൽ നിന്ന് 5 പേരെ കൊണ്ടുവരും. അപ്പോൾ മന്ദിരം പള്ളിയിൽ നിന്ന് ആളെ ഇങ്ങോട്ട് പിടിച്ചെടുക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇത്രയെല്ലാം പറഞ്ഞ് ക്ഷമയോട് കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല കാര്യം. അപ്പോൾ മന്ദിരം പള്ളിയിൽ നിന്ന് 10 പേരെ കൊണ്ടുവരുന്നതും വൈകുന്നേരം മാത്രം കുർബാന ചൊല്ലുന്നതുമായ ഒരു അച്ഛനെ ഞാൻ നിങ്ങൾക്ക് കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വന്ന എല്ലാവരും കൂടെ ചാടി എണീറ്റേച്ചും പറഞ്ഞ് വൈകുന്നേരം കുർബാന ചൊല്ലുന്ന അച്ഛനെ ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ ഇത് പറഞ്ഞ പെണ്ണിൻ്റെ പുറത്തേക്ക് മറ്റേ പെണ്ണ് ഒരു അടി കൊടുത്തേച്ചും പറഞ്ഞു ഈ ഇങ്ങനെയുള്ള വേലയിറക്കൊന്നും ഇവിടെ നടക്കുകയില്ലെന്ന് എനിക്ക് മുന്നോട്ട് പറഞ്ഞതല്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാവോ? എടിയ അതൊന്നും സാരമില്ല, എന്നാലും മെത്രാൻ എവിടെയാണ് ഇരിക്കണമെന്നും എവിടെയാണ് താമസിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഈ മനുഷ്യരുടെ കാര്യമെന്ന് പറയുന്നത് ഒരു ദിവസം ഉച്ചവരെ എത്തിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അത് പറഞ്ഞുവിടാൻ എളുപ്പമൊന്നുമല്ല. നിങ്ങൾ കുറച്ചൊക്കെ വാശിയൊക്കെ വേണമായിരിക്കും, പക്ഷെ വാശി കൊടുത്തിട്ട് കുറച്ചുകൂടെ ക്ഷമയോടുകൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അച്ഛന്മാരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രൂപത വളരെ നല്ല രൂപതയാണ്. പക്ഷെ ഇപ്പോൾ ഈ തൊട്ട രൂപതകളിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എന്തിനും ഏതിനും കേസ് കൊടുക്കാനുള്ള മനസ്സാണ്. പിന്നെ അക്ഷരം പഠിച്ചിട്ടുള്ളവനെല്ലാം അക്ഷരം പഠിച്ചിരിക്കുന്നത് ആക്ഷേപിക്കാനാണ് എന്നുള്ള രീതിയിൽ പിന്നെ ഫേസ്ബുക്കിലും മറ്റേ എഴുത്തുമാണ്. ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോയാൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ടും സഹിക്കുക എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സമാധാനത്തോടും സ്നേഹത്തോടും കൂടിയൊക്കെ പോകാനായിട്ട് വേണം. ഇവിടെ ഈ സമാധാന രാജ്ഞിയുടെ കാര്യം സമാധാനമായിട്ട് നടക്കും. അത് വായിക്കുമ്പോൾ, ഞാൻ ഈ സാധനം വായിക്കുമ്പോൾ എനിക്ക് അതുമേത് എഴുതി തന്നതിൻ്റെ ഉത്തരവാദിത്വമേ ഉള്ളൂ. എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ ജോണിയച്ചനാണ് വായിക്കേണ്ടത്. ചാൻസലറിൻ്റെ കടമയാണ്. ഓടി രക്ഷപ്പെടാനൊരു വഴി ഇവിടെ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലും അവിടെ തന്നെയാണ് എത്ര അത് ഇതില്ല. അപ്പം ഇത് നമ്മൾ ആലോചിച്ചാൽ രസമാണ്. നമ്മുടെ മനുഷ്യരെ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യരാണ്. ആരെങ്കിലും ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ അതിൻ്റെ പുറത്തൊക്കെ പോകുന്നവരാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ഷമയും മറ്റതും ഒക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ പിന്നെ ചീത്ത വിളിച്ചത് കൊണ്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല. കാര്യം ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ചീത്ത വാക്കും എവിടെ നിന്നാണ് വരുന്നതെന്ന് അതിൻ്റെ ചരിത്രവും അതെന്തും മേലാണ് നിൽക്കണമെന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ചീത്ത വാക്കിൻ്റെ മൂലം ഒരു സ്ഥലത്താണ്, ഒരു സ്ഥാനത്താണ് ചെന്ന് വീഴുന്നത്. അങ്ങ് ചിരിച്ചു കളയുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. അപ്പോൾ പിന്നെ
ദൈവം നമ്മളെ രക്ഷിക്കും. ദൈവത്തിന് വിട്ടുകൊടുക്കുക. പ്രതികാരം ചെയ്യാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, പകരം ചെയ്യാനായിട്ട്. അപ്പം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം നോക്കിക്കോളും. നമ്മൾ അതിനെക്കുറിച്ചൊന്നും വിചാരിക്കണ്ട. ഇനി അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഒരപേക്ഷയേ ഉള്ളൂ, നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്രദേശത്തൊക്കെ നല്ല ശരിക്ക് കഞ്ചാവും മയക്കുമരുന്നൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം പിള്ളേരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലാവും. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ മാതാപിതാക്കന്മാർ അനുസരിക്കുന്ന കാലമൊക്കെ മാറി. മക്കളെ മാതാപിതാക്കന്മാരനുസരിക്കണം. അതാണ് ഇന്നത്തെ രീതി. ഇന്നലെ ഒരു മകൻ അമ്മ അനുസരിക്കാതിൻ്റെ പേരിൽ അമ്മേനെ കെട്ടിയിട്ടേച്ചും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചത് നിങ്ങളിന്ന് കണ്ടു. അതാണ് കാലം. ഒരു 10-30 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും തീർന്നു പോകുന്ന രീതിയിൽ മയക്കുമരുന്നൊക്കെ ഇവിടെ വ്യാപിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അപ്പനും അമ്മയൊക്കെ ശ്രദ്ധിക്കുക. മക്കൾ എവിടെ പോകുന്നു, ആരോട് കൂട്ടുകൂടുന്നു, പോകുമ്പോൾ യൂണിഫോമിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടെ ചുരുട്ടിയിട്ട് വഴിയെ പോയിട്ട് വല്ലയിടത്തുമൊക്കെ പോയി തിരിച്ചു വരിക, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അവരെ പ്രത്യേകമായിട്ട്. കാരണം വഴി തെറ്റിക്കാനായിട്ട് ധാരാളം പേരുണ്ട്. നമ്മളാണെങ്കിൽ തെറ്റാനായിട്ടിങ്ങ് നിൽക്കുകയാണ്. എന്നെ എന്തേ കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച്, നമ്മൾ അപ്പൻ എന്ന് പറയുന്ന ആളും അപ്പനും അമ്മയാണ് ആദ്യം നന്നാകേണ്ടത്. കാര്യം അവർ തമ്മിൽ സൂത്രമാണ്. അത് കഴിഞ്ഞേച്ചും പിന്നെ മക്കൾ നന്നാകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ്? പിന്നെ മത്ത നട്ടിട്ട് കുമ്പളം എന്തെന്നാണ് അതുള്ള കുമ്പളം കായ്ക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു പിന്നെ ഈ പാരമ്പര്യമുണ്ട്, കൃഷി പാരമ്പര്യം. അപ്പോൾ ഒരു വർഷം അപ്പോൾ മത്തങ്ങായും കുമ്പളങ്ങായും ചീരയൊക്കെ ചിലർ ചെയ്യുകയില്ല. അപ്പോൾ ആ വർഷം മത്തങ്ങായ്ക്ക് കുറവുണ്ടാകുമ്പോൾ അതിന് നല്ല വിലയായിരിക്കും. പിറ്റേ വർഷം എല്ലാവരും കൂടി മത്തങ്ങ. അപ്പോൾ മത്തങ്ങാക്ക് വിലയുമില്ല, പിന്നെ കുമ്പളങ്ങാക്ക് വലിയ വിലയുമാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടി ബോധപൂർവം നമുക്കൊരു ഭാവി വേണം. പിന്നെ നമുക്ക് കൂടുതൽ മക്കളെ വേണം. മനസ്സിലായോ? 1, 1.25, 1.5 ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പോരാ. പുട്ടിൻ പറയുന്നത് ഒരമ്മ കുറഞ്ഞത് 8 മക്കളെങ്കിലും പ്രസവിക്കണമെന്ന്. ചൈനയിൽ പോലും ജനസംഖ്യ ഇല്ല. ഇത് കഴിയുമ്പോൾ ആ ഒരെണ്ണത്തിന് കാക്ക കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ 2-3 ഉണ്ടെങ്കിൽ ഒന്ന് പോയാലും വേറൊന്നും ഉണ്ടല്ലോ എന്ന് എങ്കിലും വിചാരിക്കാനായിട്ടെങ്കിലും സാധിക്കണം. അതുകൊണ്ട് 2-3 മക്കളെങ്കിലും വേണം. ഇവരെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള വിഷമമൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോങ്ങുന്നതിന് വരുമ്പോൾ അതും അച്ഛൻ്റെ അടുത്ത് തന്നെയല്ല വരുന്നത്. സഹിച്ചോ ഇപ്പം എന്ന് പറയാനൊക്കുക. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നല്ലൊരു രൂപതയാണ്. മനുഷ്യരും നല്ലവരൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് പേര് എല്ലാം ഇങ്ങനെ തിരിച്ചു വെക്കുന്നു. അതൊക്കെ ഉണ്ട്, എല്ലായിടത്തും പ്രതീക്ഷിക്കണം. അതൊക്കെ നന്നായിട്ട് പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മളും കുറച്ചുകൂടി നന്നായിട്ടൊക്കെ പെരുമാറാനായിട്ട് ശ്രമിക്കുക. സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ. ആമേൻ.